തേജു ഇല്ലാത്തത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ഫംഗ്ഷന് പോണത്. അവന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ക്ലാസ് മുടക്കണ്ടെന്ന് വിചാരിച്ചു. എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കേട്ടോ. വിൻചേട്ടന്റെ ഫ്രണ്ട് ഉണ്ട്, രാകേഷ് ചേട്ടൻ, ആളുടെ സിസ്റ്ററിന്റെ ആണ്. ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ പരിപാടി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും, അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഞാനും വിൻചേട്ടനും ഇന്ന് ബ്ലാക്കും ഇട്ടിട്ടാട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, നല്ല അടിപൊളി ജോർജറ്റ മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് ഇത്. നമ്മുടെ ദേവൂസ് ബുട്ടീക്കില്ലേ, നമ്മുടെ ഫ്രോക്ക് നൈറ്റിയും ഒരുപാട് അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിൽ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേജില്ല, അവരുടെ പേജിൽ നിന്ന് പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന പുതിയ സ്റ്റോക്കാണ് കേട്ടോ ഈ ഒരു സാരി. അവരുടെ പേജിന്റെ ഹൈലൈറ്റ് തന്നെ എല്ലാതും അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സാരിയുടെ റേറ്റും ഭയങ്കര അഫോർഡ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. വെറും 799 രൂപയുള്ളൂ കേട്ടോ സാരിക്ക്. അപ്പൊ ഇതാണ് കേട്ടോ രാകേഷ് ചേട്ടൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. ആള് പെട്ടെന്ന് പോവുകയും ചെയ്യൂട്ടെ, ഈ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. പിന്നെ ഇത് വിൻചേട്ടന്റെ ഫ്രണ്ട്സും അവരുടെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരോടും നിന്ന് വർത്താനം പറയാണ്. പിന്നെ വിൻചേട്ടന്റെ വീട്ടിൽ നിന്ന് കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതേ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ മൊത്തം തിരക്കാടുന്ന ആ ഒരു ഏരിയയിൽ. അപ്പൊ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു പോയത്. സദ്യയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായിട്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കിപ്പോൾ സദ്യ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ വെള്ളം നല്ലത് അയച്ചിടുന്നു. അപ്പൊ പിന്നെ ആദ്യം തന്നെ വെള്ളം എടുത്ത് നല്ലോണം കുടിച്ച്. പിന്നെ എന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ വിൻചേട്ടനും ഇരിക്കണത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. സദ്യ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് പിന്നെ സദ്യ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ചോറ് സാമ്പാറും കിട്ടിയാൽ പോലും ഞാൻ തൃപ്തയാണ് കേട്ടോ. അപ്പോൾ അതേ വിൻചേട്ടൻ ചോറ് വരാത്തതുകൊണ്ട് അച്ചാറ്, പുളിഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇരുന്ന് പറക്കി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം എല്ലാം വന്നു കേട്ടോ. എല്ലാം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് അടി തുടങ്ങി. വിൻചേട്ടൻ്റെ കൈൻ്റെ തുമ്മത് ഞാൻ പറഞ്ഞില്ലേ നഖം പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇതേ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഫുഡ് അടി കഴിഞ്ഞിട്ട് നേരെ ഇതേ കൈ കഴുകാനൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ പോയിട്ടാ. വിൻചേട്ടൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ഫാമിലി മൊത്തമായിട്ട്, ഫ്രണ്ട്സും അവരുടെ ഫാമിലിയില്ലേ അങ്ങനെ നിന്നിട്ടാട്ടോ ഫോട്ടോസ് ആദ്യം എടുത്തത്. എല്ലാവരുടെയും കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തേജുവിനെ മാത്രം മിസ് ചെയ്തു. കാരണം ഞാൻ ഇത്ര ഇതായിട്ട് എടുത്തില്ല, വെറുതെ 2 മണിക്കൂറുള്ള പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പം എന്നാൽ ക്ലാസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവനെ വിട്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് വിൻചേട്ടൻ്റെ ഫ്രണ്ട്സും അവരെല്ലാവരും കൂടിയിട്ട് അവരുടെ ഗാങ് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാരിയുടെ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. പിന്നെ ആയിരിക്കും ഇതേ നമ്മളൊരു ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ജ്യൂസും ഞങ്ങൾ കുടിച്ചു. വിൻചേട്ടന് നല്ല ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തണുത്ത എന്തോ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ കേട്ടോ പോയത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.